നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് ഇതാ നീതി ലഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആശ്വാസം നൽകിക്കൊണ്ട് ഡൽഹി കോടതിയാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രം പരിഗണിക്കുന്നത് നിരസിച്ചത്. അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. കോൺഗ്രസിന് മാത്രമല്ല, ജനാധിപത്യ ഇന്ത്യക്കും ഇതൊരു ചരിത്രപരമായ വിധി തന്നെയാണ്. ഇതോടെ നാഷണൽ ഹെറാൾഡ് കേസിൽ കോടതി വിധി സത്യത്തിന്റെ വിജയമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേസ് മോദി അമിത്ഷാ സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാര മനോഭാവത്തിൽ നിന്നുണ്ടായ കെട്ടുകഥയാണെന്ന് കോടതി വിധിയോട് തെളിഞ്ഞെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. മുൻ കോൺഗ്രസ് പ്രസിഡന്റുമാരായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വേട്ടയാടാൻ BJP ചമച്ച നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തതെന്നും അതിനാൽ PMLA ആക്ട് പ്രകാരം ED കുറ്റപത്രം നിലനിൽക്കില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ED കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമായ നിലപാടുമെടുത്തു. കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ 7 പേർക്കെതിരെ ED നൽകിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് അങ്ങനെ കോടതി എടുത്ത് ചവിട്ടോട്ടിലെറിഞ്ഞത്. EDയുടെ കേസ് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വന്നതാണ്, അല്ലാതെ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷമല്ല. അതിനാൽ ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ ചരിത്രപരമായ നിരീക്ഷണം. ഇതേ കേസിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നേരത്തെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ED കേസിൽ വിധി പറയുന്നത് ഒട്ടും ശരിയല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള AJL എന്ന കമ്പനിക്ക് ഇന്ത്യയുടെ പല ഭാഗത്തും സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 5000 കോടി വരെയുള്ള ആസ്തിയാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഈ സ്വത്തുക്കൾ കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് 50 ലക്ഷം മാത്രം നൽകി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം. ഈ ആരോപണത്തിലാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഒരു സ്വകാര്യ പരാതി നൽകിയത്. പണമിടപാട് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പ്രോസിക്യൂഷൻ പരാതി സുബ്രഹ്മണ്യൻ സ്വാമി എന്ന പൊതു വ്യക്തി സമർപ്പിച്ച CRPC സെക്ഷൻ 200 പ്രകാരമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എടുത്തിരിക്കുന്നത്. ഒരു FIRന്റെ അടിസ്ഥാനത്തിലേ അല്ല. ഈ പരാതിയുടെ അന്വേഷണം നിയമപ്രകാരം അനുവദനീയവുമല്ല എന്ന് കോടതി വിധിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടർന്ന് പ്രോസിക്യൂഷൻ പരാതിയും FIRന്റെ അഭാവത്തിൽ നിലനിൽക്കില്ലെന്ന് പിന്നീട് കോടതി വിധിയിൽ വ്യക്തമാക്കി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പുറമെ സാം പിത്രോദ, ഓസ്കാർ ഫെർണാണ്ടസ്, മോത്തിലാൽ വോറ, സുമൻ ദുബെ എന്നിവരാണ് പ്രതികൾ. കേസിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനും ED വിധേയമാക്കിയിരുന്നു. കോൺഗ്രസിന്റെ ഈ തീരുമാനം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമുള്ള മുഖത്തേറ്റ അടിയാണെന്നാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തിയത്. ഭാവിയിൽ ആരെ ഉപദ്രവിക്കില്ലെന്ന് ഇരുവരും ഉറപ്പു നൽകണം, ഇരുവരും രാജിവെക്കണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. ഗാന്ധി കുടുംബത്തെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് നാഷണൽ ഹെറാൾഡ് കേസ് ഫയൽ ചെയ്തതെന്ന് ഖാർഗെ ആരോപിച്ചു. ഈ കേസ് തെറ്റാണെന്നും രാഷ്ട്രീയ പകയുടെയും വിദ്വേഷത്തിന്റെയും മനോഭാവമാണ് BJP ഇപ്പോഴും പിന്തുടരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി.